ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എന്ന് വെച്ചാൽ മുരിങ്ങ ഇലയും നമ്മളെ ചക്കക്കുരു എല്ലാം കൂടി. അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഇത് ഇങ്ങനെ കുത്തിയിട്ട് ഇത് കത്തി കൊണ്ട് പൊളിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള അതിൻ്റെ തോലെടുക്കണമല്ലോ, പ്ലാസ്റ്റിക് പോലുള്ള അത് എടുക്കണത്. അപ്പോൾ ഇങ്ങനെ കുത്തി ഞാനിതാ കുത്തിയാണ് ഇതിനെ ഇങ്ങനെ ഏറ്റവും വേഗം കഴിയും. അല്ലാണ്ട് നമ്മൾ കത്തി കൊണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമാവും, പൊളിഞ്ഞ് വരാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ ഇതിനെ ഇങ്ങനെയൊന്ന് കുത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാ, വേഗമായി ഉണ്ടോ. ഇങ്ങനെ കുത്തി വേഗം കത്തി കൊണ്ട് അന്നേരം വേഗം എടുക്കാം. അതുകൊണ്ട് കത്തി കൊണ്ട് എടുക്കാൻ കയ്യിൽ വന്നിപ്പോൾ പെട്ടെന്നാവില്ല. ഇതാകുമ്പോൾ പെട്ടെന്നായില്ല. റെസിപ്പിന്റെ പേര് ചക്കക്കുരു മുരിങ്ങ ഇലയും ഇട്ടിട്ട് ഒരു ഡാൽ ഫ്രൈ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡാൽ ഫ്രൈ. നമ്മള് സാമ്പാർ പരിപ്പല്ല നമ്മൾ എടുക്കുന്നത്. നമുക്ക് കൂടുതൽ ഇഷ്ടം മസൂർ ഡാലാണ് ഇഷ്ടം. നമ്മളെ സാമ്പാർ ഡാലിനെക്കാട്ടിയും പരിപ്പിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം മസൂർ ഡാലാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഡാൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും വ്യത്യസ്തമായിട്ട് ചക്കക്കുരു പിന്നെ മുരിങ്ങ ഇലയും ആക്കിയിട്ട് മസൂർ ഡാൽ എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കുക. തേങ്ങ അരച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഇതെല്ലാം ഒന്ന് പൊളിച്ച് റെഡിയാക്കട്ടെ. നല്ല ഗുണങ്ങളുമാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്. മറ്റേ പരിപ്പിനെക്കാട്ടും കൂടുതൽ കഴിച്ച് നോക്കിയാലേ നമ്മൾക്ക് പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളത് ചെയ്ത് നോക്കണം, എന്നാലേ അതിൻ്റെതായ ഗുണങ്ങൾ അറിയും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ സാധാരണ ഈ മഴ സമയത്ത് എല്ലാവരും ചക്കക്കുരുവും ഇലയും ചെമ്മീനെല്ലാം ഇട്ട് വെക്കുന്ന ചെമ്മീൻ ഒക്കെയും ഇട്ടാൽ മതി, നല്ല ടേസ്റ്റ്. അതിലൊന്നും ചെമ്മീൻ പറ്റൂല, സാധനം കഴിക്കാൻ അലർജിയുണ്ട്. അതുകൊണ്ട് ചെമ്മീൻ ഒഴിവാക്കിയിട്ട് ചക്കക്കുരു മുരിങ്ങ ഇലയും കൂടിയാണ് ആക്കുന്നത്. ചെമ്മീൻ ഇട്ടാൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സാമ്പാർ ഒരുപ്പെടുക്കണോ ആ പരിപ്പിനെക്കാട്ടിയും ടേസ്റ്റ് ഈ പരിപ്പിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപ്പ് എടുത്തിട്ട് ഇന്ന് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയില്ല. ഒന്ന് ഉണ്ടാക്കി പരിശോധിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വീഡിയോ നമ്മൾ പറയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. നമ്മളൊരു പരീക്ഷണം നടത്തുക. ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും ഇതുപോലെ ഉണ്ടാക്കിയില്ല. ഇതൊരു വ്യത്യസ്തമായത്. അതെ, ഈ ചക്കക്കുരു പൊളിക്കാൻ പാടാട്ടോ. ചക്കക്കുരുവിന്റെ തോല് പൊളിച്ചെടുക്കാൻ പാടാ. കയ്യിലുള്ള വേദന അല്ലേ? മുരിങ്ങ ഇല ഇതാക്കാൻ നമ്മള് മുരിങ്ങ ഇല നമ്മൾ വറുത്ത് അപ്പം രണ്ടാളും കൂടി മുരിങ്ങ ഇല പൊളിച്ച് പിന്നെ ചിക്കൻ കറി ആക്കി രണ്ടാളും കൂടി ഇരുന്ന് പൊളിച്ച് അങ്ങനെ മുരിങ്ങയിലന്റെ തോരൻ ആക്കിയിട്ടുണ്ട്. നമ്മളെ നാട്ടില് വറക്കുന്നെന്ന് പറയും, തെക്കോട്ട് തോരൻ മെഴുക്ക് കെട്ടി എന്താ പറയാ, രണ്ടും പറയും തോന്നും. അപ്പം നമ്മളെ ഇത് തീരാനായി. രണ്ടും കൂടി ഇടാം. ഒരു 3-4 ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഈ ഒരു ചക്കയിൽ ഇത്രയൊരു ചക്ക ചമ്മന്തി പൊടിക്കാനാണ്. അത് കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ കുറേ ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ അത് 2 ദിവസം കഴിഞ്ഞാൽ ഞാനത് ആക്കി പോസ്റ്റ് ആക്കിയിട്ട് ഇന്ന് നമ്മൾ ഇതാണ് റെസിപ്പി. അതെ, പരിപ്പ് കഴുകി കുക്കറിലിടാം. പരിപ്പ് കഴുകി നമ്മൾ കുക്കറിലിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് പച്ചമുളക് ഇടുക.
4-5 പച്ചമുളക് ഇടുന്നുണ്ട്. അധികം നമ്മൾ ചുവന്ന മുളക് ഉപയോഗിക്കുന്നില്ല. അപ്പം എരിവാണല്ലോ, എരിവുണ്ടെങ്കിൽ ഒരു കുറച്ച് എരിവ്. നമ്മൾ ചക്കക്കുരു ഇട്ട് ഉള്ളി മുറിച്ചിടാം. തക്കാളി വെച്ചിട്ട് കുറച്ച് കരിയാമ്പലി ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇനി 3-4 ചോള വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. ഇനി ഇഞ്ചി ഇടണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. ഒന്നര ഈ ഒരു സ്പൂണിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ജീരകപ്പൊടി, ജീരകം വറുത്ത് കൊടുത്തതാണ്. ലേശം ഒരു ശകലം അതെല്ലാം നല്ലോണം നല്ലൊരു ചന്തയുണ്ട്. ആവശ്യത്തിന് വെള്ളം ഇട്ട് ഇതിനകത്ത് മുരിങ്ങയില ഇട്ട് വെന്ത് കഴിഞ്ഞിട്ട്
രണ്ട് വിസിലടിച്ചല്ലേ? രണ്ട് വിസിലടിച്ചു. വെന്തതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഴുവൻ ചക്കൻ്റെ ഇടയിൽ കാണാൻ നമ്മളൊരു പകുതി തേങ്ങ ശരായിട്ടുണ്ട്. പകുതി തേങ്ങ വെച്ചിട്ട് കുറച്ച് പച്ച ജീരകവും കുറച്ച് മഞ്ഞളിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ബ്രേഡ് ചെയ്തൊന്ന് പതപ്പിച്ചെടുക്കാം. പരിപ്പിട്ട വെള്ളം മിക്സി കഴുകിയ ശേഷം ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കുന്നു. കുറച്ച് കട്ടിയിലാണ് ഉദ്ദേശം. മിക്സിയിലുള്ള വെള്ളം നമുക്ക് നല്ല പോലെയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെച്ചാൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം താളിച്ച് മസൂറുണ്ടാക്കി ചക്കക്കുരു മുരിങ്ങ ഇലയും വെച്ച് തേങ്ങ അരച്ച് കറി പരിപ്പ് കറി പതച്ച് നല്ലോണം പതച്ച് കഴിഞ്ഞ് നമുക്കിത് താളിക്കാം. നല്ല പതവെടുക്കാം. ചെമ്മീൻ കൂടി ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും. അതെ, കരിയേട്ടന് അലർജി അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ ഒഴിവാക്കി കടുകൊട്ടാൻ മാത്രം അന്വേഷിച്ചു. കടുകൊട്ടട്ടെ. ചെറുങ്ങനെ മുറിച്ച് അരിഞ്ഞു. അതെ, ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി നമുക്ക് പരിപ്പെടുത്ത് വയ്ക്കാം. നല്ല ചക്കക്കുരു മസൂർ ദാൽ, പരിപ്പ് മസൂർ, മുരിങ്ങാച്ചപ്പു എല്ലാം കൂടി തേങ്ങയെല്ലാം അരച്ച് അടിപൊളി കറിയാക്കി. അടിപൊളി കറി. അതെ, നമുക്ക് ഇറക്കി വെക്കാം. നമ്മളെ കറിയായി, പരിപ്പ് കറിയായി, ചക്കക്കുരു മുരിങ്ങാച്ചപ്പും കൂടി മസൂർ ദാൽ നല്ല അടിപൊളിയായിട്ട് തേങ്ങ അരച്ച് കറി വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, സാധാ വരുന്ന പരിപ്പല്ല, ഇത് മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ അതിലാണ് ആക്കിയത്. നമ്മൾ സാമ്പാർ ഇടാൻ പരിപ്പ് വെക്കുന്ന കറിയല്ല ഇട്ട് ഇതിലാണ് ഇട്ട്. ഈ പരിപ്പിന് ഭയങ്കര ടേസ്റ്റാണ്.
നമ്മൾ സാധാരണയുള്ള പരിപ്പിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ. അറിയാം, എന്നാലും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. പണ്ട് എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള മഴക്കാലമെല്ലാം വരുന്ന ചക്കപ്പൊരി മുറിഞ്ഞ ചക്കെല്ലാം ഇട്ട് നല്ല ലൈറ്റ് പരിപ്പ് കറിയെല്ലാം വെക്കാൻ. അപ്പോൾ ഇപ്പോൾ ഉള്ള ചെറിയ മക്കൾക്കും എല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പം പഴയ സ്റ്റൈലുള്ള ഓരോ കറികൾ ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തരുന്ന കാണുന്ന എല്ലാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. വരാം. ഓക്കെ.